ഇന്നായിരുന്നു വേടൻ്റെ വിവാഹം കഴിഞ്ഞിരുന്നത്. ഇതുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ അറിയാതിരുന്ന് കാണും. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ആഡംബരമായിട്ടൊന്നും അല്ല നടത്തിയിരുന്നത്. രജിസ്റ്റർ ഓഫീസിൽ വെച്ചായിരുന്നു ഈ വിവാഹം കഴിഞ്ഞിരുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ വേടനും ഭാര്യയും ഉണ്ടെങ്കിൽ വന്നിരുന്ന് എല്ലായിടത്തും നടന്ന കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടും കമൻറ്റ്സ് ഇടുന്നുണ്ടായിരുന്നു. ഒരുപാട് പേര് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. നല്ലത് തന്നെയാണ്, നല്ലൊരു ജീവിതം ആശംസിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതേ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കമൻറ്റ്സുമായിട്ടാണ് വരുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തത്, നിങ്ങൾ അതേ കളറുള്ള വേറൊരാളെ കല്യാണം കഴിച്ചാൽ പോരെ, അല്ലെങ്കിൽ ഒരേ ജാതിയിലായിക്കൂടായിരുന്നു, ഇതേ കണക്ക് എപ്പോഴും നിങ്ങളുണ്ടെങ്കിൽ പറയാറുള്ള അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ. എന്നിട്ട് അവസാനം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതേ കണക്ക് കാണിച്ചല്ലോ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേരുണ്ടെങ്കിൽ മോശമായിട്ടുള്ള കമൻറ്റ്സ് ഇടുന്നുണ്ട്. ഇപ്പോൾ ഇതേ കണക്ക് റിലേഷൻഷിപ്പിലുണ്ടെങ്കിൽ ഇരുന്ന സമയത്ത് പോലും ഉണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ എൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് ഇതേ കണക്കുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ സമയത്ത് ഒരുപാട് പേര് പറയുന്നതാണ് ഇത് എത്ര നാൾ ഇനി പോകും എന്നുള്ളത് കാണാനൊക്കെ മോശമായിട്ടുള്ള കമൻറ്റ്സാണ് ഇട്ടുകൊണ്ടേ ഇരിക്കുന്നത്. ഇപ്പോൾ ആരെങ്കിലും വന്നിട്ട് അവരുടെ വിവാഹത്തെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് ഇങ്ങനത്തുള്ള മോശമായിട്ടുള്ള കമൻറ്റ്സാണ് ഇടേണ്ടത്. ഒരു ആശംസയാണ് പറയേണ്ടത്. അതല്ലെങ്കിൽ ഇതേ കണക്കൊന്നും മിണ്ടാതിരിക്കുക, അതാണ് വേണ്ടത്. അതിന് പകരം ഉണ്ടെങ്കിൽ അവരെ ഭയങ്കര നെഗറ്റീവായിട്ട് ഇതേ കണക്ക് നീ പണ്ടേ ഉടായിപ്പാണ്, ഇതിൻ്റെ കാര്യം പറഞ്ഞില്ലേ ആൾക്കാരെ സ്വാധീനിച്ചത്, എന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം നീ തന്നെ മാറിയില്ലേ എന്ന് പറഞ്ഞാൽ ഒരുപാട് മോശമുള്ള കമൻറ്റ്സ് ആയിരുന്നു ഇട്ടിരുന്നതും.